ചേട്ടാ, മലപ്പുറം പൊന്നാനി കടപ്പുറത്ത് ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് നമ്മളെല്ലാവരും ഇന്ന് രാവിലെ കേട്ടത്. ഏകദേശം 22 വയസ്സ് മാത്രമാണ് ആ യുവതിയുടെ പ്രായം. ഈ സംഭവത്തിൽ ഈ യുവതിയുടെ ഭർത്താവിനെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംശയമാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ ഒരു നിഗമനം വരുന്നത്. എന്താണ് ശരിക്കും നടന്നത്? ഇന്ന് രാവിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഹാർബറിന് സമീപം പുലിമുട്ടിനോട് ചേർന്നുള്ള തീരപ്രദേശത്ത് രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് ആ ഒരു പ്രദേശത്ത്, ആ കടൽ തീരത്ത് മണ്ണിൽ പുതഞ്ഞ നിലയിൽ കിടക്കുന്ന എന്തോ ഒന്നിൽ തെരുവുനായ കടിച്ചു വലിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ കാണുന്ന കാഴ്ച മണ്ണിൽ കമന്ന് കിടക്കുന്ന നിലയിൽ ഒരു യുവതിയുടെ മൃതദേഹമാണ്. അപ്പോൾ തന്നെ അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് ഈ മൃതദേഹം തിരിച്ചു കിടത്തി നോക്കുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ സ്ഥിരീകരിച്ചു അത് പൊന്നാനിയിലെ ഈ തീരപ്രദേശത്തോട് ചേർന്ന് തന്നെ താമസിക്കുന്ന പൊന്നാനി രായൻമറക്കാർ വീട്ടിൽ ഫാത്തിമ എന്ന് പറയുന്ന 22 വയസ്സുകാരിയുടെ മൃതദേഹമാണ്. ആ ഒരു പെൺകുട്ടിയാണ് അവിടെ ദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നെയും മുന്നോട്ട് പോകുന്നു. ഇതിൽ ആരാണ് കൊലപ്പെടുത്തിയത്? ഈ ഫാത്തിമ തലേ ദിവസം, അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഈ ഒരു ഹാർബറിന് സമീപത്ത് എത്തി നിൽക്കുന്നത് ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ കണ്ടവരുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവായിട്ടുള്ള മുഹമ്മദാണ് ഈ ഫാത്തിമയ്ക്കൊപ്പം അതേസമയം ആ ഹാർബറിന് സമീപം ഉണ്ടായിരുന്നത്. മുഹമ്മദ് എവിടെ എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അങ്ങനെ മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്നു. മുഹമ്മദിനെ കാണാനില്ല, സ്ഥലത്തൊന്നുമില്ല, വീട്ടിലുമില്ല. അങ്ങനെ മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ അതേസമയം ഈ പൊന്നാനി ഹാർബറിൽ ഫാത്തിമയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു വരുന്നതിനിടെ ഇവിടെ നിന്ന് 38 കിലോമീറ്ററോളം അകലെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് ഇയാളെ പോലീസ് പിടികൂടുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് ഈ സമയം അവിടെ ട്രെയിനിൽ മുന്നിൽ ചാടി ജീവനൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇയാളെ പോലീസ് പിടികൂടാൻ അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇയാൾ ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇതിലാദ്യം പറഞ്ഞതുപോലെ പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക നിഗമനം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് മുഹമ്മദിനെ ഈ ഫാത്തിമ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ സംശയമായിരുന്നു. ഇരുവരുടേതും ഒരു പ്രണയ വിവാഹമായിരുന്നു. 22 വയസ്സുകാരിയായ ഫാത്തിമയും 24 വയസ്സോളം പ്രായമുള്ള മുഹമ്മദുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർക്കൊരു 4 മാസം പ്രായമായ കുഞ്ഞുകൂടിയുണ്ട്. ഈ കുഞ്ഞിനെ തലേദിവസം ഇരുവരും തമ്മിൽ നിരവധി തവണ ഈ വീട്ടിൽ തർക്കത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. പ്രധാനമായിട്ടും മുഹമ്മദിന്റെ സംശയമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ മുഹമ്മദ് ലഹരിക്കടിമയായിരുന്നു എന്നൊക്കെയാണ് പോലീസിന്റെ വിശദീകരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നറിയില്ല. കാരണം ഇയാൾ ലഹരിക്കടിമയായിരുന്നു, കൊലപാതകം നടത്തിയ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കം തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ വിവാഹശേഷം ഈ 19-20 വയസ്സോളം പ്രായമുള്ളപ്പോഴാണ് ഈ ഫാത്തിമയ്ക്ക് മുഹമ്മദുമായിട്ട് ഒരു വിവാഹം നടക്കുന്നത്. ഒരു പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർ അംഗീകരിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നില്ല. അങ്ങനെ ഇരുവരും താമസം തുടങ്ങുന്നു. അതിനുശേഷം ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അതിനിടെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈ സംശയരോഗം ഒരു വില്ലനാകുന്നത്. അങ്ങനെ മുഹമ്മദിനെ ഫാത്തിമയെ സംശയമാകുന്നു. ഈ സംശയം പിന്നീട് ഒരു കുടുംബ കലഹത്തിലേക്ക് എത്തിയപ്പോൾ അതാണ് ആ വീട്ടിലെ പ്രധാന പ്രശ്നങ്ങളുടെ കാരണം. അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം പതിവ് പോലെ ഈ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുഹമ്മദ് ഈ കുഞ്ഞിനെയും എടുത്ത് ഇയാളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാനും ഫാത്തിമയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം വന്ന് കുഞ്ഞിനെ തിരികെ എടുക്കാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇയാൾ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ തൻ്റെ സ്വന്തം വീട്ടിൽ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഇയാൾ ഫാത്തിമയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടന്നു. അധികം ദൂരെയല്ല ഈ പൊന്നാനി ഹാർബർ എന്ന് പറയുന്നത്. ഈ പൊന്നാനി ഹാർബറിലേക്ക് രണ്ടുപേരും കൂടി നടക്കുന്നു. ഇപ്പോൾ ഈ ചൂട് കാരണം ഈ ആളുകളൊക്കെ ഈ തീരപ്രദേശത്തേക്ക്, പ്രധാനമായിട്ടും ഈ കൊല്ലത്തു നിന്നൊക്കെ ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ആളുകൾ കൂട്ടത്തോടെ വന്ന് ഈ തീരപ്രദേശങ്ങളിൽ വന്ന് ചൂട് ശമിപ്പിക്കാൻ, ഒരുപക്ഷെ അവിടെ നല്ല കാറ്റുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ ഫാത്തിമയെ ഒപ്പം കൂട്ടി മുഹമ്മദ് നടന്നു വരുന്നു. ഈ പൊന്നാനി ഹാർബറിലെത്തി സംസാരിക്കുന്നു. അതിനിടയിൽ എപ്പോഴൊരു പ്രകോപനം ഉണ്ടാകുന്നു. ഈ പ്രകോപനത്തെ തുടർന്നാണ് ഫാത്തിമയെ ഈ പെൺകുട്ടിയുടെ തന്നെ ചുരിദാറിൻ്റെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് അവിടെ ഒരു ചെറിയൊരു കുഴിയെടുത്ത് തന്നെ കൊണ്ടാവുന്ന വിധം ഒരു ചെറിയ മണൽ മാറി കിടക്കുകയാണ്. മണൽ മാറ്റിയാൽ മാത്രം മതി, വലിയ ആയാസകരമായ ജോലിയല്ല. അങ്ങനെ മണൽ മാറ്റിയതിന് ശേഷം ആ കുഴിയിലേക്ക് ഈ പെൺകുട്ടിയെ തിരിച്ചു കിടത്തി, മുഖം കമിഴ്ത്തി കിടത്തി, അതിന് മുകളിലേക്ക് മണൽ കോരിയിട്ടതിന് ശേഷമാണ് ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. അതാണ് പിറ്റേ ദിവസം തെരുവുനായ വലിച്ചിഴക്കുന്ന രീതിയിലേക്കൊക്കെ വന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളല്ല, ദുരന്തങ്ങൾ കുടുംബത്തിൽ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള സംശയരോഗമാണ്. പരസ്പരം ഒരു പങ്കാളികൾക്ക്, ഒരുമിച്ച് താമസിക്കുന്ന പങ്കാളികൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു ബന്ധം അധികം വലിച്ചു നീട്ടുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ആരുടെങ്കിലും ഒരാളുടെ ജീവനെടുക്കുന്നത് മാത്രമേ ഉപകരിക്കൂ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ
ചെങ്കൽ വ്ളാത്താങ്കരയിലെ അൽമയുടെ മരണമാണ്. അൽമയെയും ഭർത്താവിന് സംശയമായിരുന്നു. അതും 9 വർഷം മുൻപ് വിവാഹിതരായ ദമ്പതികൾ, മാതൃകാ ദമ്പതികളായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലും അകത്തും പുറത്തുമൊക്കെ ഒരുപോലെ ഒരു മാതൃകാ ജീവിതം നയിച്ചു വന്ന ദമ്പതികൾ. അവർക്കിടയിലേക്ക് ഒരു സംശയം കടന്നു വന്നപ്പോൾ അത് ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ച 19 വയസ്സിലൊക്കെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് ഇനിയും ഈ പെൺകുട്ടികൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ അപ്പോൾ കാണുന്ന ഒരാളോടൊപ്പം പ്രണയം തന്നെയാണ് ഏറ്റവും വലുത്. പക്ഷേ അതിനുമപ്പുറം വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഇത്തരത്തിലൊരു ജീവിതം സ്വപ്നം കണ്ടു പോകുമ്പോൾ ആ ഒരു പങ്കാളി തന്നെ എത്രമാത്രം സ്നേഹിക്കും, തന്നെ ഇത്രനാൾ സ്നേഹിച്ച മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഈ പ്രണയിതാവ് തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുകൂടി ചിന്തിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാം. എന്തായാലും 19 വയസ്സിൽ വിവാഹം കഴിച്ച് 22-ാം വയസ്സിൽ അമ്മയായ ഫാത്തിമ എന്ന 22-കാരി പൊന്നാനി കടപ്പുറത്തെ മണൽ കൂമ്പാരത്തിൽ ഒടുങ്ങി. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം. ഇത് ഈ ചുരിദാറിൻ്റെ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ചപ്പോൾ ഉണ്ടായ ഇതാണ്, സഫോക്കേഷനാണ് മരണകാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കാൽപാദത്തിലടക്കം വലിയ മുറിവുകളുണ്ട്. ഇതൊരു പക്ഷേ കടപ്പുറമാണ്, അവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. അപ്പോൾ ഇത്തരത്തിൽ തെരുവ് നായ്ക്കൾ കടിച്ച് വലിച്ചപ്പോഴുണ്ടായ മുറിവാകാം ഒരുപക്ഷെ ഇതിന് കാരണം. എന്തായാലും തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ മരണകാരണവും അതോടൊപ്പം തന്നെ ഈ കൊലയ്ക്കുള്ള ഇൻറ്റൻറ്റും തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ്. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ വിവരം ഇയാളൊരു ലഹരിക്കടിമയായിട്ടുള്ള യുവാവായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭാര്യയെ സംശയമാണ്. ലഹരിയും സംശയവും ഒരുമിച്ച് വന്നാൽ അത് വലിയ വിപത്തിലാണ് കലാശിക്കുക. കാരണം ലഹരിയുടെ ഉന്മാദത്തിൽ സ്വന്തം പങ്കാളിയെ പോലും വിശ്വാസമില്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ജീവിക്കാൻ വിട്ടേക്കുക. തൻ്റെ പങ്കാളിയിൽ തനിക്ക് വിശ്വാസമില്ലെങ്കിൽ ആ ഒരു ബന്ധം വേർപിരിയുക എന്നതിനപ്പുറം മറ്റൊരു പരിഹാരമാർഗം അതിനില്ല. അതല്ലാതെ ഒരു ജീവൻ എടുത്തുകൊണ്ട് തൻ്റെ സംശയ ദൂരീകരണം നടത്താൻ പോയാൽ അത് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ കലാശിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം പറയട്ടെ. അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം കൂടി പറയണം. 22 വയസ്സ് മാത്രം പ്രായമുള്ള മാതാവ്, ഈ മാതാവിനാലും ഈ പിതാവിനാലും ഗർഭം ധരിച്ച 4 മാസം പ്രായമുള്ള ആ കുഞ്ഞ് ജനിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന പ്രായത്തിൽ പിതാവ് ജയിലിലും അല്ലെങ്കിൽ മാതാവ് പിതാവിനാൽ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ പരസ്പരം പറഞ്ഞു തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ആ കാര്യങ്ങൾ വലുതാകുന്നുണ്ടെങ്കിൽ ആ ബന്ധം തുടർന്നു പോകാതിരിക്കുക. അത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വലിയ ദുരന്തമായിരിക്കും ജീവിതം. ആ കുഞ്ഞിനും ഇനി ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ട്. പക്ഷേ അമ്മയില്ല, പിതാവ് ജയിലിൽ അമ്മയെ കൊന്ന കേസിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും ഒരു ദുരന്തമാണ്. അതുകൂടി ഉൾക്കൊള്ളണം എന്ന് മാത്രം പറയട്ടെ. ശരി.